പ്രതിസന്ധിയെ പറ്റിയുള്ള ഉത്കണ്ഠയും അവബോധവും ഒക്കെ ഉണ്ടാകേണ്ടത്? അല്ല, കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന KPCC പ്രസിഡന്റ് വരണം എന്ന് ശ്രീ ഉമ്മൻചാണ്ടി മാത്രമല്ല കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ആഗ്രഹമാണ്. അല്ല, അങ്ങ് കാൽനൂറ്റാണ്ടിന്റെ ചരിത്രം പറയുമ്പോൾ ഈ കാര്യം സൗകര്യപൂർവ്വം മറക്കരുത്. ഇങ്ങനെ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ നടത്തി ഈ കാര്യങ്ങളൊക്കെ ഈ രൂപത്തിൽ മാതൃകാപരമായി നിർവഹിച്ചു പോകുന്നൊരു പ്രസ്ഥാനമൊന്നുമല്ല കാൽനൂറ്റാണ്ട്. 1991 പക്ഷേ അതിന്റെ ഒരുപാട് വില, അതിന്റെ പേരിൽ ഒരുപാട് സെറ്റ് ബാക്ക് സത്യത്തിൽ. ചോദ്യം ഇതാണ് ശ്രീ പന്തളം, നിങ്ങൾ എന്തിന് ഉമ്മൻചാണ്ടിയുടെ ഒരു വാക്കിനെ ഇത്രമാത്രം അങ്ങ് വിശ്വസിക്കുന്നു? ഉമ്മൻചാണ്ടിയുടെ ഒരു വാക്കും വിശ്വസിക്കാത്ത നേതാക്കന്മാരാണ് ശ്രീ പന്തളം അടക്കമുള്ളവർ. ഉമ്മൻചാണ്ടിയുടെ ഒരു വാക്കും വിശ്വസിക്കാത്ത ആളാണ് സുധീരൻ അടക്കമുള്ള ഈ പറയുന്ന തലപ്പത്തുള്ളവർ. ഇവരെല്ലാവരും ഏകകണ്ഠമായി വിശ്വസിക്കുകയാണ് ഉമ്മൻചാണ്ടി പറഞ്ഞ ഒറ്റ വാക്കിന്, ഞാൻ ഒരു പദവിയും ഏറ്റെടുക്കില്ല. ഇതിൽ രാഷ്ട്രീയമല്ലേ ശ്രീ ജേക്കബ് ജോർജ്? പക്ഷേ ഉമ്മൻചാണ്ടിയെ അദ്ദേഹം വാക്കുപാലിക്കുന്ന ആളാണെന്ന് തുടർച്ചയായി സ്ഥാപിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ, അദ്ദേഹത്തിന്റെ വാക്കിൽ നൽകുന്ന വില ഇതിനെയൊക്കെ ആദരിക്കുന്നത് കൊണ്ടാണോ? പക്ഷെ വേണു, ഇവരൊക്കെ പറയാം ഉമ്മൻചാണ്ടിയെ ഇവരൊക്കെ എതിർക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും സംഘടന നടത്തണമെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെ വരണമെന്ന് ഉമ്മൻചാണ്ടിയുടെ ശത്രുക്കൾ പോലും ആവശ്യപ്പെടും. അതാണ് ഇന്നത്തെ സ്ഥിതി. പക്ഷേ എനിക്കിപ്പോഴും കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെയും ആന്റണിയുടെയും PJ കുര്യൻ്റെയും ഒക്കെ ഇങ്ങനെ ആച്ചുതണ്ടി ഇപ്പോഴും ചുറ്റിക്കറങ്ങുകയാണ്. അങ്ങനെ കറങ്ങേണ്ട പാർട്ടി അല്ല. പക്ഷേ നേരത്തെ സജീവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സംസ്ഥാനത്ത് നേതാക്കന്മാർ അധികാരം കൂടുന്നത് അപകടമാണ്. പഞ്ചാബിലെ അമരീന്ദറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് ചെയ്ത അപരാധം, കോൺഗ്രസിനോട് ചെയ്ത ദ്രോഹം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലെ നേതാക്കളെ തകർത്തു. അതിൻ്റെ ഫലമാണ് പണ്ട് കാമരാജ് ഉണ്ടായിരുന്നല്ലോ തമിഴ്നാട്ടിൽ, എന്ത് തല ഉയർത്തിപ്പിടിച്ച നേതാവ്, AICC പ്രസിഡന്റ് വരെ ആയ നേതാവ്. അതുപോലെ ഒരു നേതാവ് കേരളത്തിൽ നിന്നല്ല ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? അതാണിന്ന് UP-യിലും പഞ്ചാബിലും ഇപ്പോൾ അമരീന്ദർ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഗോവയിൽ ഒരു നേരത്തെ കണ്ടുപിടി പറഞ്ഞില്ലേ, ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കൂടുതൽ സീറ്റ് മേടിച്ചിട്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയാത്ത ആണത്തമില്ലാത്ത കുറെ കോൺഗ്രസ് നേതാക്കന്മാരും കുറെ നിരീക്ഷകന്മാരും അതല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരില്ലേ, ശരിയാണ്. പക്ഷേ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഞാൻ പറഞ്ഞു സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന്. ഇപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ആകെ സുധീരനെ മാറ്റുക എന്നത് മാത്രമാകും. അതുകൊണ്ട് ഒരു പദവിയും ഏറ്റെടുക്കില്ല എന്ന നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇങ്ങനെയുള്ള കടുംപിടുത്തങ്ങൾ തുടരുക എന്നതാണോ ഉമ്മൻചാണ്ടി ഈ ഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട്? ഇപ്പോൾ സുധീരനോട് അടുത്ത് നിൽക്കുന്ന ഒരു MLA അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിയോട് നേരിട്ട് വിളിച്ചു പറഞ്ഞു, അങ്ങ് ഈ ചുമതല ഏറ്റെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? അതില്ല, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന്. അപ്പോൾ ഈ MLA തിരിച്ചു ചോദിച്ചത്, അങ്ങനെയെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി പാർട്ടിയെ വീണ്ടെടുക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കണ്ടേ? പരാജയത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണോ ഒരു നേതാവ് ഏറ്റെടുക്കേണ്ടത്? വീണ്ടെടുക്കലിന്റെ ഉത്തരവാദിത്തവും ഏറ്റെടുക്കണം. അത്തരം ഒരു ഘട്ടമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പിനതീതമായി ഇത്തരം ആശയവിനിമയങ്ങളൊക്കെ നടക്കുന്നില്ലേ? രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേണു പറഞ്ഞു. അതിന് മുമ്പായിട്ട് ഇവിടെ ഈ 10 ദിവസത്തിൻ്റെ കേസൊക്കെയാണല്ലോ നമ്മുടെ പന്തളം സുധാകരൻ പറഞ്ഞത്. ഇപ്പം ഞാൻ PM സുധീരൻ്റെ രാജിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം വളരെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് ശ്രീ പന്തളം സുധാകരൻ സൗകര്യപൂർവ്വം വിസ്മരിക്കുക. കാരണം വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി വളരെ സങ്കീർണമാണ്. പിന്നെ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും കോൺഗ്രസിൻ്റെ സാധ്യതയുടെ കാര്യത്തിലാണെങ്കിലും. അപ്പം ഒരു 24 മണിക്കൂർ പോലും ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ആക്റ്റീവായ, ചലിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന, കേരളം മുഴുവൻ പോകാൻ പറ്റുന്ന ഒരു KPCC പ്രസിഡന്റ് ഉണ്ടാവാതിരിക്കരുത്, അതിൻ്റെ പേരിലാണ് ഞാൻ രാജിവെക്കുന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇവിടെ 10 ദിവസമായിട്ടും പ്രശ്നമില്ലെന്ന് പറയുന്ന ഈ നിസ്സംഗത അല്ലെങ്കിൽ ഈ ആത്മാർത്ഥതയില്ലായ്മ, ഇത് നിസ്സംഗതയാണ്. പ്രസിഡന്റ് പെരുമായിരിക്കാം. ഞാൻ ഈ പറഞ്ഞ ഈ നിസ്സംഗത അത് അപകടകരമാണ്. കേരളത്തിലെ കോൺഗ്രസിന് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആരോഗ്യം ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല കേരളത്തിൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ അമരീന്ദർ സിംഗിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ പ്രാദേശിക തലത്തിലുള്ള നേതൃത്വത്തെക്കുറിച്ച് പറഞ്ഞു. എന്താ രാഹുൽ ഗാന്ധി ചെയ്തത്? രാഹുൽ ഗാന്ധിയുടെ അംബിക സോണിയെ PCC പ്രസിഡന്റാക്കി. അംബിക സോണിയെ PC പ്രസിഡന്റ് ആക്കുന്നു. PC പ്രസിഡന്റ് ആയപ്പോൾ അമരീന്ദർ സിംഗിൻ്റെ ആൾക്കാർ തെരുവിലിറങ്ങി. അവർ പറഞ്ഞു അംബിക സോണി ഇവിടെ കാണുമെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുട്ടുകാർ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം പിൻവലിച്ചു. വീണ്ടും അമരീന്ദർ സിംഗിനെ പ്രസിഡന്റ് ആക്കേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുവരെ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ആലോചിക്കണം. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്, ചില വ്യക്തികളുണ്ട്, ചില നേതാക്കളുണ്ട്.
ചില ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അതിനെയൊന്നും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് രഹിത കോൺഗ്രസ് ഒന്നും പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇവിടെ വേണു ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഉമ്മൻചാണ്ടിയും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു, അതിനുള്ള അധികാരവും അവകാശവും ഉമ്മൻചാണ്ടിക്കുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ വേണു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പാർട്ടി ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു, പാർട്ടിയെ തിരിച്ചെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിയെ പോലെ പിന്നെ ഏറ്റവും ജനകീയനെന്ന് പറയുന്ന ഒരുപക്ഷെ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് ഇപ്പം പന്തളം പോലും എതിർക്കുമെന്ന് തോന്നുന്നില്ല. ഉമ്മൻചാണ്ടി KPCC പ്രസിഡന്റ് സന്തോഷത്തോടെ ഒരു ജനറൽ സെക്രട്ടറി ആകാനൊക്കെ ചിലപ്പോൾ പന്തളം തയ്യാറാകും. അപ്പോൾ അതിലൊരു എതിർപ്പൊന്നുണ്ടതില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടി കാട്ടേണ്ടതല്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ടല്ലോ, ഈ ഗ്രൂപ്പുകളുടെ മനസ്സിലെ ഇരിപ്പെന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഏതെങ്കിലും ഒരാൾക്ക് ചാർജ് കൊടുക്കുക, എന്നിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഒരു വർഷമല്ല വേണു, ഒരു വർഷത്തേക്ക് സംഘടനാ തെരഞ്ഞെടുപ്പ് ഒന്ന് മാറ്റിവെക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇവരുടെ പാർട്ടി ചോദിച്ചിരിക്കുക. ഭേദഗതികൾ വരികയും വേണം. ഇനി അങ്ങനെയല്ലെന്നിരിക്കട്ടെ, ഇനി അങ്ങനെയല്ല, കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധ്യമാകില്ലല്ലോ. മുല്ലപ്പള്ളി തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാമല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന ഭരണാധികാരികളൊക്കെ ഓടിയ ഓട്ടം സജീവൻ, ഇവിടെ VM സുധീരന് പെട്ടെന്ന് തോന്നുകയാണ് അനിതര സാധാരണമായൊരു സാഹചര്യം പാർട്ടി അഭിമുഖീകരിക്കുന്നു, അതുകൊണ്ട് അനാരോഗ്യത്തോടെ പിൻവാങ്ങി നിൽക്കാൻ ഒരു നേതാവെന്ന നിലയിൽ PCC അധ്യക്ഷ പദവിയിലിരിക്കുന്ന തനിക്ക് കഴിയില്ല, പകരം ഒരാൾക്ക് ചുമതല കൊടുത്തുകൊണ്ട് അവധിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അത്ര സുപ്രധാനമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് സുധീരൻ പറയുന്നത്. എന്താണത്? ഇനി പരമാവധി ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു എന്നതാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മലപ്പുറം പോലൊരു സ്ഥലത്താണ് എന്ന് വെച്ചാൽ ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷം കിട്ടുന്ന അത്രയും സുരക്ഷിതമായൊരു സ്ഥലത്ത്. അപ്പോൾ അത്തരം ഉത്കണ്ഠകൾ സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നത് സത്യസന്ധമായി തോന്നുന്നില്ല. ഇതിനേക്കാൾ ഗുരുതരമായ പരീക്ഷണ ഘട്ടമായിരുന്നല്ലോ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇല്ലാതിരുന്ന ഉത്കണ്ഠ. സുധീരൻ എന്താണ് ഈ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്നത്? അപ്പോൾ ഒരു അടിയന്തര സാഹചര്യം എന്ന് സുധീരൻ കൽപ്പിച്ചു കൂട്ടുന്ന ഇപ്പോഴത്തെ ഈ സാഹചര്യമുണ്ടല്ലോ, അത് സ്വന്തം തടി രക്ഷിക്കാനുള്ളൊരു ന്യായവാദത്തിനപ്പുറത്ത് ഈ പാർട്ടിയെ സംരക്ഷിക്കുന്നതിനുതകുന്നതോ ഈ പാർട്ടിയെ പുനഃസംഘടിപ്പിക്കുന്നതിനുതകുന്നതോ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ രാഗദ്വേഷ ബന്ധങ്ങളെ അവസാനിപ്പിക്കുന്നതിനോ ഗുണകരമാകുന്നതാണോ? സുധീരൻ്റെ രാജിയും മലപ്പുറം തെരഞ്ഞെടുപ്പും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം അറിയുന്ന എല്ലാവർക്കും അറിയാം. മലപ്പുറത്ത് നേരത്തെ വേണു പറഞ്ഞാൽ 1 ലക്ഷമല്ല, 2 ലക്ഷത്തിനടുത്താണ്. 1,92,200 ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ അവിടെ അഹമ്മദ് ജയിച്ചിട്ടുള്ളത്. ഇത്തവണ അത് 2 ലക്ഷത്തിന് മുകളിലാക്കാൻ 2.5 ലക്ഷമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിന് ലീഗിന് കഴിയുന്നൊരവസ്ഥ കൂടിയാണ്. അപ്പോൾ അവിടെ മലപ്പുറം തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നത്തിൽ സുധീരന് ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയോ ഇനിയിപ്പോൾ ഒരു വർഷക്കാലമോ സുധീരൻ ഇല്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിനും ബാധിക്കില്ല, കേരള രാഷ്ട്രീയത്തിലെയും ബാധിക്കില്ല. സുധീരൻ KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പോലും 2 ഗ്രൂപ്പുകളും 2 ഗ്രൂപ്പിൻ്റെ വഴിയിൽ പോകുന്നു എന്നല്ലാതെ ഈ പാർട്ടി KPCC പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന രീതിയിൽ പാർട്ടി പോയിട്ടില്ല. അത് സുധീരൻ്റെ ഈ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ തന്നെ വന്നു കഴിയുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും സുധീരനൊരു നല്ലൊരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് പിൻവാങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യം മാത്രമാണ് അതിലുള്ളത്. അദ്ദേഹം നേരത്തെ രാഹുൽ ഗാന്ധി നിയോഗിച്ചത് ഗ്രൂപ്പ് രഹിതമായ ഒരു പാർട്ടി അല്ലെങ്കിൽ ഗ്രൂപ്പ് രഹിതമായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതിനെ രാഹുൽ ഗാന്ധി നിയോഗിച്ചതിനോട് എനിക്ക് യോജിപ്പാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് നല്ല രൂപത്തിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു. അത് സുധീരനാണെങ്കിലും ഉമ്മൻചാണ്ടിയാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും മുരളീധരനാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ പറ്റും. ഒരു ഗ്രൂപ്പിനെ മാത്രം പ്രീണിപ്പിക്കുകയും ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാട്ടം വർദ്ധിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് ഗ്രൂപ്പിന് അതീതമായിട്ട് KPCC പ്രസിഡന്റ് പ്രവർത്തിക്കുക. സുധീരൻ നേരത്തെ ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു, ഉമ്മൻചാണ്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സുധീരൻ അവിടെ ഉണ്ടാക്കിയ പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ജേക്കബ് ജോർജും സണ്ണിക്കുട്ടിയൊക്കെ പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവിടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നം പാർട്ടിയുടെ ഫോറത്തിൽ പറയേണ്ടതിന് പകരം KPCC പ്രസിഡന്റ് തന്നെ പത്രസമ്മേളനം നടത്തിയിട്ടും പൊതുവേദിയിലും പറയുന്നു.
മദ്യനയത്തിനെതിരായിട്ടുള്ള നിലപാട് പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ UDF-നകത്തോ പറയേണ്ടതിന് പകരം പുറത്ത് പറയും. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് സുധീരൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെ എന്നിട്ടൊരു ഉന്നതാധികാര സമിതിയെ, രാഷ്ട്രീയകാര്യ സമിതിയെ ഹൈക്കമാൻഡ് വെച്ചു കൊടുത്തു. അവിടെയും ഈ ഒരിക്കലും ചേരാത്ത രൂപത്തിലേക്ക് പോയി. ഇതൊക്കെയായിരുന്നു പ്രശ്നമുണ്ട്. അപ്പോൾ സുധീരൻ പാർട്ടിയെ നന്നാക്കാനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് KPCC പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ സ്വന്തം സഹഭാരവാഹികളോടും പാർട്ടിയിലെ ഉന്നതാധികാര സമിതിയിലെ ആളുകളോടുമൊക്കെ മൈത്രിയോട് കൂടിയിട്ട് നിന്നിട്ട് പാർട്ടിയെ ചലിപ്പിക്കേണ്ടി വന്നു. അതിന് കഴിഞ്ഞില്ല. ഇനി KPCC പ്രസിഡൻ്റായിട്ട് വരാൻ ഉമ്മൻചാണ്ടിയാണ് പോകുന്നതെങ്കിൽ പോലും അദ്ദേഹം ഗ്രൂപ്പ് കളിക്കുമ്പോൾ ഇവിടെ പാർട്ടി നന്നാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഗ്രൂപ്പ് കളിച്ച് നന്നായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എത്രയോ മുന്നോട്ടേക്ക് പോകാമായിരുന്നു. അപ്പോൾ അതല്ല ഉണ്ടായത്. അപ്പം ഇവിടെ വേണ്ടത് ഗ്രൂപ്പിന് അതീതമായിട്ട് KPCC പ്രസിഡന്റ് പെരുമാറുക. അത് ഉമ്മൻചാണ്ടി ആവുന്നതിൽ തെറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിക്കാവാം, വീണ്ടും രമേശ് ചെന്നിത്തലയ്ക്കാവാം, ആർക്കും ആവാം, മുരളീധരനാവാം. അപ്പോൾ ആ ഒരു നിലപാടിലേക്ക് പോകണമെങ്കിൽ